സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്താൻ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച അന്വേഷണം എങ്ങുമെത്താത്തതിനിടെ ഇടുക്കി ജില്ലയിൽ അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്കേറുന്നു. ഫെബ്രുവരിയിൽ സംയുക്ത പരിശോധനയ്ക്കായി രൂപീകരിച്ച സമിതി ഇതേവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സുരക്ഷയും അനുമതികളും സംബന്ധിച്ച ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അവധി സീസണിൽ കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ നവംബറിൽ വിനോദസഞ്ചാരികളായെത്തിയ കുടുംബം ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയതോടെയാണ് ജില്ലയിലെ അഡ്വഞ്ചർ ടൂറിസം മേഖലയിൽ വിശദമായ പരിശോധന നടന്നത്. പഞ്ചായത്ത് സെക്രട്ടറിമാർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അനുമതിയില്ലാതെയാണ് ഭൂരിഭാഗ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. പിന്നാലെ നടപടികൾക്കായി ദുരന്ത നിവാരണ വിഭാഗം, PWD, ടൂറിസം വകുപ്പ്, DTPC, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപീകരിച്ചു. എന്നാൽ സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധനയോ നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാസങ്ങൾ പിന്നിട്ട് അവധിക്കാലം എത്തിയപ്പോൾ അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ്. வாகமன் கொஞ்சம் எக்ஸ்பீரியன்ஸ் கொஞ்சம் பேடாக தான் இருந்துச்சு. பட் ஆஃப்டர் பேரகிங் பார்த்த பிறகு கொஞ்சம் ஹாப்பியாக இருக்கு. எக்ஸ்பீரியன்ஸ் சூப்பராக எக்ஸ்பீரியன்ஸாக இருக்கு. 10 minutes தான், 10 to 15 minutes தான். பட் எக்ஸ்பீரியன்ஸ் ലൈഫ് ടൈം. കുറഞ്ഞകാലം ഹൈറേഞ്ചിലെ പ്രധാന ടൂറിസം സാധ്യതകളിൽ ഒന്നായി അഡ്വഞ്ചർ ടൂറിസം മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളും SAR പ്രവർത്തനങ്ങളും സമിതിയുടെ പ്രവർത്തനത്തെ വൈകിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. മീഡിയ 1, ഇടുക്കി.